നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരാണ്. ചിന്തിക്കുന്നത് നല്ലതുമാണ്. പക്ഷേ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതൊരു വലിയ മലയോളം വലിപ്പമുള്ള പ്രശ്നമാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തളർത്തും. ഇത് നമുക്ക് 20 മിനിറ്റിന് താഴെ സമയം കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് നോക്കാം. ഇതിനായി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. രാത്രി കൃത്യം 11 മണിക്ക് നമ്മൾ കിടക്കുന്നു. ആ നേരം ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. പെട്ടെന്നാണ് 10 വർഷം മുന്നേ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അബദ്ധത്തിൽ സ്റ്റേജിൽ നിന്ന് വീണ കാര്യം ഓർമ്മ വന്നത്. അല്ലെങ്കിൽ നാളെ ബോസ് എന്നെ മീറ്റിങ്ങിൽ വെച്ച് ചീത്ത പറയുമോ, ഞാൻ അന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ടായി. ഇങ്ങനെയുള്ള ചിന്തകൾ കാട് കയറി അവസാനം ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം പുലർച്ചെ 3 മണി. നിങ്ങൾക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഓവർ തിങ്കിങ് അഥവാ അമിത ചിന്തയുടെ പിടിയിലാണ്. ഈ ഒരു ശീലം കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനവും ഉറക്കവും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വളരെ ലളിതവും ശക്തവുമായ 5 വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അവസാനത്തെ വഴി നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. ആദ്യത്തെ വഴി വളരെ ഫേമസ് ആയ ഒരു ടെക്നിക്കാണ്, ദി 5 സെക്കൻഡ് റൂള്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യും. അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, നാളെ ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആക്ഷൻ എടുക്കണം. ഉദാഹരണം, രാവിലെ അലാറം അടിക്കുന്നു, എഴുന്നേൽക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ഓവർ തിങ്കിങ് വരും. അവിടെ നമ്മൾ മനസ്സിൽ 5 4 3 2 1 എന്ന് തലതിരിച്ച് എണ്ണി പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം. ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് പോലെ ചിന്തിക്കാൻ മനസ്സിന് സമയം കൊടുക്കാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ഈ ട്രിക്ക്. രണ്ടാമത്തെ വഴി ബ്രെയിൻ ഡെപ്ത്, ചിന്തകൾ എഴുതി വെക്കുക. രണ്ടാമത്തെ വഴി നിങ്ങളുടെ തലച്ചോറിലെ ചിന്തകളെ ഒരു പേപ്പറിലേക്ക് മാറ്റുക എന്നതാണ്. ഓവർ തിങ്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ തലയിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെയാണ്. ഉദാഹരണം, നിങ്ങൾക്ക് നാളത്തെ ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെക്കുറിച്ചോ ഓർത്ത് ടെൻഷൻ വരുമ്പോൾ ഒരു ഡയറിയും പേനയും എടുക്കുക. മനസ്സിലുള്ള എല്ലാ പേടികളും ചിന്തകളും അതേപടി ആ പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഇതിനെ ബ്രെയിൻ ഡെപ്ത് എന്ന് പറയും. എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. കാരണം ആ പ്രശ്നങ്ങൾ തലയിൽ നിന്ന് പേപ്പറിലേക്ക് മാറിക്കഴിഞ്ഞു. മൂന്നാമതായി, നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. നാളെ മഴ പെയ്യുമോ, നാളെ പരീക്ഷ പാടായിരിക്കുമോ, മറ്റുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളിലേക്ക് എത്താൻ വഴിയുണ്ട്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഉദാഹരണം, നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു. അവിടെ അവർ എന്തു ചോദിക്കും, ജോലി കിട്ടുമോ ഇല്ലയോ എന്നത് നിങ്ങളുടെ കയ്യിലല്ല. അത് ബാക്കി 90% എന്നാൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കയ്യിലാണ്. അതാണ് നിങ്ങളുടെ 10% നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ആ 10% മാത്രം ശ്രദ്ധിക്കുക. ബാക്കി ചിന്തകൾ വഴിക്ക് വിടുക. നാലാമത്തെ വഴി ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക്, ശ്രദ്ധ തിരിക്കുക. മനസ്സ് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനോട് ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ചിന്തിക്കും. അതിനു പകരം മനസ്സിനെ മറ്റൊരു കാര്യത്തിലേക്ക് മനഃപൂർവ്വം വഴിതിരിച്ചു വിടണം. ഉദാഹരണം, ചിന്തകൾ കാട് കയറുന്നു എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് റൂം ഒന്ന് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക, 10 മിനിറ്റ് പുറത്തേക്ക് നടക്കാൻ പോവുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് വന്ന് സംസാരിക്കുക. ശാരീരികമായി നമ്മൾ മറ്റൊരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ മനസ്സ് ആ പഴയ ചിന്തയിൽ നിന്നും തനിയെ പിന്മാറും. അഞ്ചാമത്തെ വഴി ഗ്രൗണ്ടിങ് ടെക്നിക്ക്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും ശക്തമായ വഴി. നിങ്ങൾ ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ ഓർക്കുമ്പോഴാണ് ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത്. നിലവിലുള്ള ഈ നിമിഷത്തിലേക്ക് തിരിച്ചുവിടാൻ ഈ ടെക്നിക്ക് സഹായിക്കും. അമിത ചിന്ത വരുമ്പോൾ കണ്ണടച്ചു തുറന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ചുറ്റും കാണുന്ന 5 വസ്തുക്കളെക്കുറിച്ച് നോക്കുക. ഫാന്, ഫോണ്, ജനല്. അതുപോലെ നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്ന 4 കാര്യങ്ങൾ. ഉദാഹരണത്തിന് നിങ്ങളുടെ വസ്ത്രം, കസേര, അങ്ങനെ എന്തെങ്കിലും. മൂന്നാമതായി, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങൾ. വണ്ടികളുടെ ശബ്ദമാകട്ടെ, പക്ഷികളുടെ ശബ്ദമാകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മണക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. നിങ്ങളുടെ നാക്കിലുള്ള ഒരു രുചി. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും ഉണരും. മനസ്സ് അനാവശ്യ ചിന്തകളിൽ നിന്നും മാറി ഇപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷത്തിലേക്ക് വരികയും ചെയ്യും. അതുപോലെ ഓവർ തിങ്ക് എന്നത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അത് വർഷങ്ങളായി നമ്മുടെ മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശീലമാണ്. അതുകൊണ്ട് അതിനെ മാറ്റിയെടുക്കാനും കുറച്ച് സമയമെടുക്കും. ഇന്ന് ഞാൻ പറഞ്ഞ 5 വഴികൾ ഏതെങ്കിലും ഒന്ന് അടുത്ത ഒരാഴ്ചത്തേക്ക് നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കൂ. ഉറപ്പായും നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഓവർ തിങ്ക് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.